ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഡംബൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജിമ്മൊന്നും പഴയ പോലെ തുറക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ചാൽ കൂടെ നമുക്ക് വേണമെങ്കിൽ പുഷപ്പ് അടിക്കുക, കുറച്ച് പുള്ളപ്പ് അടിക്കുക, എന്നാൽ കൂടെ നമുക്ക് ബാക്കി ബോഡി പാർട്സ് ഒക്കെ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡംബൽ ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ ഒരു ഡംബൽ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതന്നെ പറഞ്ഞാൽ ഏകദേശം ഒരു 6 കിലോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ധാരാളമാണ്. ഇതുപോലെ നിങ്ങളൊരു കുറച്ച് വലിയ ഇതിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ കിടിലൊരു ജിം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡംബൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം എന്തൊക്കെയാണെന്ന്. ആദ്യം നമ്മൾ എടുക്കുന്നത് ഇത് സിമെൻ്റാണ്. സിമെൻറ്റ് നമ്മൾ ഏകദേശം 1 കപ്പ് സിമെൻറ്റിന് നമ്മൾ 2 കപ്പ് ജെല്ലി എടുക്കുന്നുണ്ട്, അതുപോലെ 2 കപ്പ് എംസാൻഡും എടുക്കുന്നുണ്ട്. ആ ഒരു കണക്കിലാണ് നമ്മൾ സിമെൻറ്റ് എടുക്കാൻ പോകുന്നത് കേട്ടോ. സിമെൻറ്റ് കുഴയ്ക്ക് ഇത്ര സാധനങ്ങൾ ആവശ്യം. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ 2 പെയിൻറ്റിൻ്റെ ഡപ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും 2 ഡപ്പ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 പെയിൻറ്റിൻ്റെ ഡപ്പ എടുക്കണം. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന് കിട്ടി അത് എടുത്താൽ മതി. ഒരേ സൈസിലുള്ളത് വേണം, ഒരേ ഷേപ്പിലുള്ളത് വേണം. അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് ഇതുപോലെ ഒരു PVC പൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ബലമുള്ള PVC പൈപ്പ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളത് നിങ്ങൾ എടുത്താൽ മതി. അതിന് ശേഷം ഇത് നമ്മൾ ഇതിൻ്റെ കണക്ടർ ഉണ്ടാക്കി എടുത്താണ്, അതായത് കപ്ലിങ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ കപ്പിൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ കപ്പിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആദ്യം കുറച്ച് തീ കത്തിച്ച് വയ്ക്കണം. നമ്മൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും തീ കത്തിക്കാം. അതിന് ശേഷം നമ്മളിത് രണ്ടും ഒരേ സൈസുള്ള PVC എടുക്കണം കേട്ടോ, ഒരേ വായവട്ടമുള്ള PVC. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് ഭാഗമാണോ നമുക്ക് വലുതാക്കേണ്ടത് ആ ഭാഗം നമുക്കിതുപോലെ ഒന്ന് തീയിൽ കാണിച്ച് ചൂടാക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മറ്റേ പീസിനെ എടുത്തിട്ട് ഇതിനുള്ളിലോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ ഷേപ്പ് മാറിയിട്ട് നമുക്ക് അതിനുള്ളിലോട്ട് ഈസിയായിട്ട് ഇറക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്ക് 2-3 പ്രാവശ്യം ഇതുപോലെ ചൂടാക്കിയിട്ട് കറക്റ്റായിട്ട് ആവശ്യത്തിന് ഇറക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊരു കണക്ടർ പോലെ ഈസിയായി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ നമ്മൾ കപ്പിൾ ചെയ്ത് എടുത്താണ് ഇത് 2 എണ്ണം. ഇപ്പോൾ 2 എണ്ണമാണ് നമ്മൾ ഇതുപോലെ കപ്പിൾ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഓരോന്നിനും 2.5 ഇഞ്ചാണ് നമ്മൾ ഇവിടെ വലിപ്പം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ 2 പെയിൻറ്റിൻ്റെ ഡപ്പയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ മൊത്തമായിട്ട് നമ്മൾ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ ഒരു പേപ്പറിൻ്റെ ലെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചിട്ട് നാളെ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എണ്ണയും ഇതും ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എണ്ണ ചെറുതായിട്ടൊരു എണ്ണ മുഴുപ്പ് കാണും. അപ്പോൾ അതാണ് നമുക്ക് എന്തായാലും ഇനി അടുത്തത് ചെയ്യാൻ പോണത്. ഇതിലോട്ട് നമ്മുടെ സിമെൻറ്റ് ഫസ്റ്റ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം കേട്ടോ. സിമെൻറ്റ് നമ്മൾ കുഴച്ച് വെച്ചത് ഫസ്റ്റ് ഒരു ലെയർ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒരു ലെയറാണ് നമ്മൾ ഫസ്റ്റ് ഇടാൻ പോണത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലെയർ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ കപ്ലിംഗ് ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കി വെച്ചത്, അതിൽ നമ്മൾ ഇതുപോലെ ആണിയൊക്കെ വെച്ച് അടിച്ചിട്ട് കുറച്ച് റഫാക്കിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഊരി വരും. അപ്പോൾ അത് അങ്ങനെ ആവാതെ അതിനുള്ളിൽ കറക്റ്റായി പിടിച്ച് നിൽക്കാനാണ് നമ്മൾ ഇതുപോലെ ആണിയൊക്കെ വെച്ചിട്ട് ഏകദേശം ഇങ്ങനെ റഫാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനുള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഏകദേശം കറക്റ്റ് നടുവിലായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ വയ്ക്കുമ്പോൾ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ നടുവിൽ തന്നെ വയ്ക്കുക കേട്ടോ. നടുവിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് ബാക്കി നമ്മൾ കുഴച്ച് വെച്ചത് ഇട്ട് കൊടുക്കാൻ പോകണം. ഏകദേശം ഇങ്ങനെ നടുവിൽ വെച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിത് മൊത്തമായിട്ട് നിറച്ചിരിക്കേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ഈ കപ്ലിങ്ങിൻ്റെ ഏകദേശം അടുത്ത് വരെ നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കാം. ഇങ്ങനെ ടാപ്പ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് എയർ ടൈറ്റ് ആവാനാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിപ്പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് അടുത്തതിൽ കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്തായാലും രണ്ടെണ്ണത്തിൽ ഇതുപോലെ ഒരുപോലെ നിറച്ചിരിക്കുകയാണ് കേട്ടോ. അതുമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരേപോലെ ഒരേ സൈസിൽ നിറയ്ക്കുക. അല്ലാതെ ഒന്നിൽ കൂടുതൽ ഒന്നിൽ കുറവൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് അങ്ങനെ വെച്ചിട്ട് നാളെ രാവിലെ നമുക്കിത് എടുത്ത് നോക്കാം. ഗൈസ്, അങ്ങനെ 24 മണിക്കൂറിന് ശേഷം കണ്ടല്ലോ, നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് പതുക്കെ ഇങ്ങനെ എടുത്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കൊട്ടിയാൽ മതി. കണ്ടോ, ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിൽ വെച്ച പേപ്പറും കൂടെ നമുക്കിതുപോലെ ഇങ്ങനെ ഇളകി കിട്ടും. കണ്ടോ, നമ്മുടെ ഒരു കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കട്ട കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഇളക്കാൻ നോക്കി, കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മറ്റേതിൻ്റെ അത്ര ലൂസായിട്ട് കിട്ടുന്നില്ല. നമുക്കൊന്നും കൂടെ ചെറുതായിട്ട് 2-3 തട്ടൊക്കെ തട്ടി നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് ഇപ്പോൾ 2 എണ്ണം കറക്റ്റായിട്ട് നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കുറച്ച് സിമെൻറ്റ് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് നിറയെ വെള്ളത്തിൽ. ഇത് നമുക്ക് പെയിൻറ്റ് അടിക്കണ പോലെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഫിനിഷിങ് കിട്ടാനാണ്. ഇത് നമുക്ക് എന്തായാലും ഇതുപോലെ 2 എണ്ണത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കണ്ടു, ഈ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ സോഫ്റ്റ് ആവും, കുറച്ചും കൂടെ നല്ല ഫിനിഷിങ് കിട്ടും ഇതിന്. ഇതുപോലെ നമുക്ക് എന്തായാലും 2 എണ്ണത്തിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ 2 എണ്ണത്തിലും പെയിൻറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പെയിൻറ്റ് മീൻസ് നമ്മുടെ ഈ സിമെൻറ്റ് പെയിൻറ്റ് പോലെ കലക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ കട്ടിയാവും, നല്ല ബലം വയ്ക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ്ങും ഉണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനെ ഒരു 3 to 4 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വയ്ക്കാം അടുത്ത്. ഫ്രണ്ട്സ്, അങ്ങനെ ഒരു 4 മണിക്കൂറിന് ശേഷം കണ്ടല്ലോ, നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടും നന്നായി ഉണങ്ങിയിട്ടുണ്ട്, 2 സൈഡും. അപ്പോൾ നമ്മൾ ഈ അടുത്ത് ചെയ്യാൻ പോണത്, നമ്മൾ ഇതുപോലൊരു PVC പൈപ്പ് എടുക്കാൻ പോകുന്നത്. അതായത് ഇത് എടുത്തതിൻ്റെ സെയിം അളവിലുള്ള PVC പൈപ്പ് ഏകദേശം ഈ ഒരു സൈസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് ആകെ ജസ്റ്റ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഇതും ഇങ്ങനെ ഒട്ടിക്കണം. പിന്നെ ഈ സാധനം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലും വരുന്ന പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, ഇതിനുള്ളിൽ നമ്മൾ കുറച്ച് പശ തേക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ PVC പൈപ്പൊക്കെ ഒട്ടിക്കാനുള്ള ഒരു ഇതുണ്ട്, സ്റ്റാർ ബോണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഇതിനുള്ളിലോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഇളകില്ല, ഒന്ന് ചെറുതായി ഉണങ്ങിയാൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിന് മുകളിൽ കൂടെ ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കണം. അത്യാവശ്യം തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡംബൽ റെഡി. കണ്ടോ, ഇനിയിപ്പോൾ ഇത് എന്തായാലും ഒരു 10 to 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഉണങ്ങാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം എന്താണ് അതിൻ്റെ പരുവെന്നുള്ളത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എല്ലാവരും കണ്ടല്ലോ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനം കേട്ടോ. നമ്മൾ കുറച്ച് ക്ഷമമാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു 2 ദിവസം ക്ഷമിച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെയുള്ള ഉണ്ടാക്കാം. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഇനി ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ജിം പോലെയൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ ഇതുപോലെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെല്ലാവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിട്ടില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.